വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓണത്തോടനുബന്ധിച്ച ടൂറിസം വാരാഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ്. പ്രിയങ്കരനായ നമ്മുടെ ടൂറിസം മന്ത്രി ആലപിച്ച മനോഹരമായൊരു ഗാനത്തിൻ്റെ ചിത്രീകരണത്തോടു കൂടിയാണ് നമ്മൾ ടൂറിസം വാരാഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കും. നമുക്കറിയാം, ഓണക്കാലമാണ്. പ്രകൃതി മുഴുവൻ ഹരിതാഭയണിഞ്ഞ് സുന്ദരിയായി നിൽക്കുകയാണ്. ആ പ്രകൃതിയുടെ മനോഹാരിത മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്കും കൂടി ഉണ്ടാകണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഓണക്കാലം ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന അപൂർവമായ ഒരു അവസരമാണ്. ഈ ഓണത്തിൻ്റെ അനുഭവങ്ങൾ ഇനി വരാനുള്ള കാലത്തേക്ക് കൂടി തുടരണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. നമുക്ക് നമ്മുടേതായ സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളെ ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയണം. നമുക്കൊരു മനോഹരമായ ചരിത്രമുണ്ട്. ദൈവം നമുക്ക് വരദാനമായി നൽകിയ ദൈവത്തിൻ്റെ സ്വന്തം നാടുണ്ട്. 600 കിലോമീറ്റർ കടലുണ്ട്. 44 നദികളുണ്ട്, തടാകങ്ങളുണ്ട്. ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിക്കുന്ന പശ്ചിമഘട്ട മലനിരകളുണ്ട്. ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും വൈവിധ്യമുള്ള കാഴ്ചകൾ ലോകത്തൊരിടത്തും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തിൻ്റെ മുഴുവൻ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റണം. അതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനെല്ലാം ഈ സർക്കാർ ഈ വർഷം തന്നെ തുടക്കമിടും എന്ന് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ തുറമുഖങ്ങളും നമ്മുടെ കായലുകളും നദികളും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ടൂറിസം പ്രോജക്റ്റ് ഉണ്ടാകും. നമുക്ക് ക്രൂയിസ് ടെർമിനൽ ഉണ്ടാകും, ക്രൂയിസ് ഷിപ്പുകൾ ഉണ്ടാകും കേരളത്തിൻ്റെ കടലോരങ്ങളിലൂടെ, റിവർ ക്രൂയിസുകൾ ഉണ്ടാകും നമ്മുടെ കായലുകളിലൂടെ. നമുക്ക് എല്ലാ സ്ഥലത്തും പെട്ടെന്ന് എത്താൻ കഴിയാവുന്ന റോഡ് ആക്സസും റെയിൽ കണക്ടിവിറ്റിയും നമ്മൾ വർദ്ധിപ്പിക്കും. നമ്മുടെ ആഗ്രഹം, ഒരു ടൂറിസ്റ്റ് കേരളത്തിൽ വന്നാൽ മിനിമം 3 ദിവസം മുതൽ ഒരാഴ്ച വരെ ഈ കേരളത്തിലെ വൈവിധ്യമായ കാഴ്ചകൾ കാണണമെന്ന്. നമ്മുടെ വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കണം. ലോകത്തിൻ്റെ മുന്നിൽ നമ്മുടെ മനോഹരിയായ കേരളത്തെ നമുക്ക് ഷോക്കേസ് ചെയ്യണം. അതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. നിരവധി പദ്ധതികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഒന്ന്, ജനപങ്കാളിത്തത്തോടു കൂടി ടൂറിസം ഡെസ്റ്റിനേഷനുകളെല്ലാം സീറോ വേസ്റ്റാക്കി ക്ലീനാക്കി ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കണം. 2, നമുക്ക് ബീച്ച് ടൂറിസവും റിവർ ടൂറിസവും നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. ഫോറസ്റ്റ് ടൂറിസവും. അതിമനോഹരമായ ഒരു ഓഷ്യനേറിയം കേരളത്തിലുണ്ടാവും. നമുക്കൊരു മാരിടൈം ഹിസ്റ്ററി ഉണ്ട്. പോർച്ചുഗീസുകാർ വന്ന, ഡച്ചുകാർ വന്ന, ബ്രിട്ടീഷുകാർ വന്ന ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മാരിടൈം ഹിസ്റ്ററി, അത് മുഴുവൻ എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഇൻ്റർനാഷണൽ മാരിടൈം മ്യൂസിയം കേരളത്തിലുണ്ടാവും. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ കുഞ്ചാക്കോ ബോബൻ വേദിയിലിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു ഫിലിം സിറ്റി നമ്മുടെ കേരളത്തിലുണ്ടാവും. നമ്മുടെ എല്ലാ അഭിമാനമായ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട MT വാസുദേവനാഥ് സാറിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു കൾച്ചറൽ പാർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളത് ഉണ്ടാകും കേരളത്തിൽ. ഈ തലസ്ഥാന നഗരിയെ ശ്രദ്ധേയമാക്കി മാറ്റാൻ കഴിയുന്ന വിപുലമായൊരു പദ്ധതിക്ക് നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ശശി തരൂരിൻ്റെയും നമ്മുടെ തിരുവനന്തപുരത്തു നിന്നുള്ള മന്ത്രിമാരായ ശ്രീ K മുരളീധരൻ്റെയും ശ്രീ CP ജോണിൻ്റെയും എല്ലാം പങ്കാളിത്തത്തോടു കൂടി, MLA-മാരുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി തിരുവനന്തപുരത്തും ഒരു പ്രധാനപ്പെട്ട പദ്ധതി, അത് സസ്പെൻസിൽ കിടക്കട്ടെ, ഒരു പ്രധാനപ്പെട്ട പദ്ധതി സമീപകാലത്ത് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞാൻ ദീർഘമായി ഒന്നും കടന്നു പോകുന്നില്ല. നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ പ്രത്യേകതകളെ, നമ്മുടെ തനത് കലകളെ എല്ലാത്തിനെയും
ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന സമഗ്രമായ ഒരു ടൂറിസം പദ്ധതിയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഊഷ്മളമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ടൂറിസം വകുപ്പ് മനോഹരമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ടൂറിസം വാരാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ഓണത്തിന് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലേക്കും പണം എത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. റോഡിലൂടെ ഇപ്പോൾ പോകാൻ വയ്യ, ഒരു കാലത്തും ഇല്ലാത്ത തിരക്കാണ് എല്ലായിടത്തും. എൻ്റെ ഉള്ളിലുള്ള ഒരാഗ്രഹം ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഈ തന്നിരിക്കുന്ന പൈസ മുഴുവൻ നിങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്നാണ്. ബാങ്കിലൊന്നും ഇപ്പോൾ കൊണ്ടുപോയിട്ടരുത്, ഇത് മുഴുവൻ ചെലവാക്കണം. അങ്ങനെ ഈ പണം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഖജനാവിലേക്ക് വീണ്ടും പൈസ വന്നുകൊണ്ടിരിക്കും, ടാക്സായിട്ട് വന്നുകൊണ്ടിരിക്കും. അതൊരു 5-6 റൗണ്ട് കേരളത്തിൽ ഈ പൈസ ഇപ്പോൾ മുടക്കിയിരിക്കുന്ന പൈസ 5-6 റൗണ്ട് കറങ്ങുമ്പോൾ മണി ഇൻ സർക്കുലേഷനാണ്. അത് തിരിച്ച് വീണ്ടും ഖജനാവിലേക്ക് വരുമ്പോൾ ഇതിലും കൂടുതൽ പൈസ നിങ്ങൾക്ക് എല്ലാവർക്കും തരാനാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും നന്നായി ചെലവാക്കുക, എല്ലാവരും ഒരുമിച്ച് കൂടി ഓണം ആഘോഷിക്കട്ടെ. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.